ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 16 ചൊവ്വാഴ്ചയാണ്. ഇന്നലെ US മാർക്കറ്റുകൾ ക്ലോസ്ഡ് ആയിരുന്നു. ഓപ്പൺ ചെയ്ത US മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഡൗൺ ആണ്. ഫ്യൂച്ചേഴ്സിലെ ആ ഒരു നെഗറ്റിവിറ്റി നമുക്ക് ഏഷ്യൻ മാർക്കറ്റുകളിലും ഗിഫ്റ്റ് നിഫ്റ്റിയിലും കാണാം. ക്ലോസ് ചെയ്ത യൂറോപ്യൻ മാർക്കറ്റുകളും അതുപോലെ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഫ്യൂച്ചർ മാർക്കറ്റുകളും നെഗറ്റീവിൽ തന്നെയാണ്. എന്തായാലും ഒത്തിരിയേറെ വാർത്തകൾ നോക്കാനുണ്ട്. ആദ്യം മാർക്കറ്റ് ന്യൂസിലേക്ക്. പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം. ആദ്യം ഒരു പോസിറ്റീവ് ന്യൂസിൽ നിന്ന് തുടങ്ങാം. ഇന്ത്യയുടെ ചരക്ക് വ്യാപാര കമ്മി ഡിസംബർ മാസം $19.8 ബില്യൺ കയറ്റുമതിയിൽ വർധനവുണ്ടായി. തിങ്കളാഴ്ച സർക്കാർ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 2023 ഡിസംബറിൽ രാജ്യത്തിന്റെ കയറ്റുമതി 1% വർദ്ധിച്ച് $38.45 ബില്യൺ എന്നാൽ കഴിഞ്ഞ വർഷം ഡിസംബറിൽ ഇറക്കുമതി 4.85% കുറഞ്ഞ് $58.25 ബില്യൺ എത്തി. അതുകൊണ്ട് തന്നെ ട്രേഡ് ഡെഫിസിറ്റ് വളരെയേറെ നാരോ ആയി വരുന്നു. 19.8 ബില്യണിൽ എത്തി നിൽക്കുകയാണിപ്പോൾ. ഈ സാമ്പത്തിക വർഷം ഏപ്രിൽ ഡിസംബർ കാലയളവിൽ കയറ്റുമതി 5.7% ഇടിഞ്ഞ് $317.12 ബില്യൺ എത്തി. ഇറക്കുമതി 5.93% ഇടിഞ്ഞ് $505.15 ബില്യൺ എത്തി. ഇത് തന്നെ ഒക്ടോബർ മാസത്തിൽ എക്സ്പോർട്സ് 33 ബില്യണും ഇമ്പോർട്ട്സ് 65 ബില്യനുമായിരുന്നു. നവംബറിൽ അത് 33 ബില്യൺ എക്സ്പോർട്സും ഇമ്പോർട്ട്സ് 54 ബില്യനുമായിരുന്നു. അതുകൊണ്ട് തന്നെ ട്രേഡ് ഡെഫിസിറ്റ് കൂടുതൽ നാരോ ആവുന്നു എന്നാണ് ഇതിലൂടെ മനസ്സിലാവുന്നത്. മാത്രമല്ല ആഗോള മാന്ദ്യം ഉണ്ടായിട്ടും പോസിറ്റീവ് സോണിൽ തന്നെയാണ് എന്ന് വാണിജ്യ സെക്രട്ടറി സുനിൽ ബർത്വാൾ പറയുകയും ചെയ്തു. അടുത്ത വാർത്ത അത്ര തന്നെ പോസിറ്റീവ് അല്ലാത്ത ഒരു വാർത്തയാണ്. ഇന്ത്യയുടെ മൊത്തവില സൂചിക അതായത് ഹോൾസെയിൽ ഇൻഫ്ലേഷൻ 9 മാസത്തെ ഏറ്റവും ഉയർന്ന നിലയിലെത്തി. ആ വാർത്തയിലേക്ക്. മൊത്തവില സൂചിക അടിസ്ഥാനമാക്കിയുള്ള പണപ്പെരുപ്പം 2023 ഡിസംബറിൽ 0.73% ഉയർന്നു. നവംബറിൽ 0.26% ഇത്. തുടർച്ചയായി നെഗറ്റീവ് ടെറിട്ടറിയിൽ ഉണ്ടായിരുന്ന WPI ഡാറ്റ 7 മാസത്തിന് ശേഷം നവംബർ മാസം പോസിറ്റീവിലേക്ക് വന്നിരുന്നു. ഇപ്പോൾ കൂടുതൽ വർദ്ധിച്ചാണ് ഈ ഡാറ്റ പുറത്തു വന്നത്. 0.74% ഉയർന്നത്. WPI ഏറ്റവും അധികം വർദ്ധിച്ചത് മാർച്ച് മാസത്തിലായിരുന്നു. 1.34% ഡാറ്റ വന്നത്. ഏപ്രിൽ മാസത്തിൽ 0.92% കുറഞ്ഞു. പിന്നീട് അങ്ങോട്ട് നെഗറ്റീവ് ടെറിട്ടറിയിലായിരുന്ന ഡാറ്റ പിന്നീട് കഴിഞ്ഞ മാസത്തോടെയാണ് പോസിറ്റീവിലേക്ക് വന്നത്. ഇനി ഈ ഡിസംബർ മാസം പണപ്പെരുപ്പ നിരക്ക് പോസിറ്റീവിലേക്ക് ഉയരാനുള്ള കാരണമായത് ഭക്ഷ്യവസ്തുക്കൾ, യന്ത്രസാമഗ്രികൾ, ഉപകരണങ്ങൾ, മറ്റ് നിർമ്മാണ ഗതാഗത ഉപകരണങ്ങൾ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ്, ഒപ്റ്റിക്കൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയുടെ വിലവർദ്ധനവ് തന്നെയാണ്. US ശേഷം 2023 ഏറ്റവും അധികം ഫോറിൻ ഫ്ലോസ് വന്നത് ഇന്ത്യയിലേക്കാണ് എന്നൊരു വാർത്തയിലേക്ക്. ആഗോള മ്യൂച്വൽ ഫണ്ടുകൾ ഇന്ത്യൻ ഇക്വിറ്റികളിൽ $15 ബില്യൺ നിക്ഷേപിച്ചതോടെ ഇന്ത്യയുടെ ലാർജ് ക്യാപ് സ്റ്റോക്കുകളിലേക്കുള്ള ഫണ്ടുകളുടെ ഒഴുക്ക് വലുതായി തന്നെ വർദ്ധിച്ചു. 2024 ജനുവരിയിൽ ഇന്ത്യയിലേക്കുള്ള വിദേശ നിക്ഷേപം ശക്തമായി തന്നെ തുടരുന്നു. ഇത് ഇന്ത്യൻ വിപണികളിൽ നിക്ഷേപകരുടെ തുടർച്ചയായ വിശ്വാസത്തെ സൂചിപ്പിക്കുന്നു. ഇന്ത്യയോടൊപ്പം 2023 US, ജപ്പാൻ, ഹോങ്കോങ് എന്നീ രാജ്യങ്ങളിലേക്കും വൻതോതിലുള്ള വിദേശ നിക്ഷേപം വന്നു. എന്നാൽ ബ്രസീൽ, ചൈന, മെക്സിക്കോ എന്നീ രാജ്യങ്ങളിലേക്ക് ഒഴുക്ക് കുറയുകയും ചെയ്തു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഈ റിപ്പോർട്ടിൽ പറയുന്നത് ഗ്ലോബൽ എമർജിംഗ് മാർക്കറ്റ് ഫണ്ടുകളിൽ ഇന്ത്യയുടെ വിഹിതം 16.9% എന്ന ചരിത്രപരമായ ഉയർന്ന നിലയിലെത്തി. ഇനി ഈ ഗ്ലോബൽ എമർജിംഗ് മാർക്കറ്റ് ഫണ്ട് എന്താണെന്ന് നോക്കാം. ഒരു മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ ഒരു ETF ആണിത്. വളർന്നു വരുന്ന അതായത് എമർജിംഗ് മാർക്കറ്റുകളിലുള്ള നല്ല സ്റ്റോക്കുകളിലും അതുപോലെ സെക്യൂരിറ്റികളിലുമാണ് ഇവർ നിക്ഷേപിക്കുന്നത്. അത്തരത്തിലുള്ള ഇന്ത്യയുടെ വിഹിതമാണ് 16.9 എന്ന വലിയ ഉയർന്ന നിലയിലെത്തിയത്. അതേസമയം ചൈനയുടെ വിഹിതം 2022 ഒക്ടോബറിലെ അപേക്ഷിച്ച് ഇപ്പോൾ താഴ്ന്ന നിലയിലാണ്. ചൈനയേക്കാൾ ഇന്ത്യയിലേക്കുള്ള വിദേശ നിക്ഷേപത്തിന്റെ താല്പര്യം വർദ്ധിക്കുന്നതായി ഇത് സൂചിപ്പിക്കുന്നു. എന്തായാലും പോസിറ്റീവായിട്ടുള്ള ഒരു ന്യൂസ് തന്നെയാണ്. ഇനി നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരായി ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. മാത്രമല്ല നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. നിഫ്റ്റിയിലേക്ക്. അങ്ങനെ നമ്മൾ കാത്തിരുന്ന 22,000 എന്ന സൈക്കോളജിക്കൽ മാർക്ക് നിഫ്റ്റി പിന്നിട്ടിരിക്കുന്നു. ഇനി ഈ 22,000 എന്ന മാർക്ക് ഹോൾഡ് ചെയ്യാൻ സാധിച്ചാൽ നിഫ്റ്റിക്ക് വലിയ ഉയരങ്ങളിലേക്ക് വീണ്ടും എത്താൻ കഴിയും. IT സെക്ടറിലും ബാങ്കിങ് സെക്ടറിലുമാണ് പ്രധാനമായി ഇന്നലെ റാലി കാണാൻ സാധിച്ചത്. നിഫ്റ്റി ഇപ്പോഴും പോസിറ്റീവിൽ തന്നെയാണ് എന്ന് നമുക്ക് കാണാം. നിഫ്റ്റി 22,500 മുതൽ 22,350 വരെയുള്ള ഒരു സോൺ വളരെ പ്രധാനപ്പെട്ടതാണ്. ഡൗൺ സൈഡിലേക്ക് വന്നാൽ 21,900 മുതൽ 21,850 വരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സോൺ ആവാനും സാധ്യതയുണ്ട്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റയിലേക്ക്. കോൾ സൈഡിലും പുട്ട് സൈഡിലും റൈറ്റ് ചെയ്ത് മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റിലേക്കാണ് പോകുന്നത്. ആദ്യം കോൾ സൈഡിൽ 22,500 ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 22,300 അതിനുശേഷം 22,000 പുട്ട് സൈഡിലേക്ക് വന്നാൽ 22,000 ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 21,800 അതിനുശേഷം 21,700
ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം 22,300 ഒരു റെസിസ്റ്റൻസിന് സാധ്യതയുള്ള ഏരിയ ആയിട്ട് പറയുന്നത്. ഡൗൺ സൈഡിൽ 21,700 മുതൽ 21,800 വരെയുള്ള സോൺ ഒരു സപ്പോർട്ടിന് സാധ്യതയുള്ള സോണുമായിട്ടാണ് പറയുന്നത്. അടുത്തൊരു ഡെയിലി ചാർട്ടിൽ ഫോമായ ക്യാൻഡിൽ ഒരു ഹാമർ ക്യാൻഡിലിന് സമാനമായ ക്യാൻഡിലാണ് ഫോം ആയിരിക്കുന്നത് ഡെയിലി ചാർട്ടിൽ. അതുകൊണ്ട് തന്നെ ഒരു ബുള്ളിഷ്നെസ് ആണ് ഈ ക്യാൻഡിലും സൂചിപ്പിക്കുന്നത്. മറ്റൊരു കാര്യം കൂടിയുള്ളത് US 10-year ട്രഷറി ബോണ്ട് ഈൽഡുകൾ 4% താഴേക്ക് വന്നു. അതുപോലെ തന്നെ ഇന്ത്യൻ 10-year ട്രഷറി ബോണ്ട് ഈൽഡുകളും ഇടിയുക തന്നെയായിരുന്നു. 5 ബേസിസ് പോയിന്റ്സ് ഇടിഞ്ഞ് 7.13 വരെ എത്തി. 2023 സെപ്റ്റംബറിന് ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിലയിലാണ് എത്തിയത്. ഇതൊക്കെ മാർക്കറ്റിന്റെ റാലിക്ക് വളരെയേറെ ഗുണം ചെയ്തു. ബാങ്ക് നിഫ്റ്റിയിലേക്ക്. ബാങ്ക് നിഫ്റ്റി 48,158 0.94% ഉയർന്നാണ് ക്ലോസ് ചെയ്യുന്നത്. 48,000 മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു എന്നത് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് വലിയൊരു പോസിറ്റിവിറ്റി തന്നെയാണ്. ബാങ്ക് നിഫ്റ്റിയിൽ ഇനി ഇൻവെസ്റ്റേഴ്സ് ഉറ്റുനോക്കുന്നത് 50,000 എന്ന മാർക്ക് തന്നെയാണ്. അപ്സൈഡിൽ 49,500 ഒരു ക്രൂഷ്യലായിട്ടുള്ള സോൺ തന്നെയാണ്. ഡൗൺ സൈഡിൽ 47,700 ഒരു ക്രൂഷ്യലായിട്ടുള്ള സോൺ ആവാനും സാധ്യതയുണ്ട്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റയിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്ത കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകൾ നോക്കാം. ആദ്യം കോൾ സൈഡിൽ 49,500 ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 50,000 അതിനുശേഷം 49,000 പുട്ട് സൈഡിലേക്ക് വന്നാൽ 47,000 ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 48,000 അതിനുശേഷം 47,500 അടുത്തത് ഇന്ത്യ വിക്സ് 13.78 എന്ന നിലയിൽ 5.23% ആണ് ഇന്നലെ ഇന്ത്യ വിക്സ് ഉയർന്നത്. കഴിഞ്ഞ 2 ദിവസം കൊണ്ട് മാത്രം 8%-ലേറെയാണ് ഇന്ത്യ വിക്സ് ഉയർന്നത്. അടുത്ത സെഗ്മെന്റിലേക്ക്. ഇന്നത്തെ സ്റ്റോക്ക് ന്യൂസുകൾ നോക്കാം. അതിന് മുന്നേയായി നമ്മുടെ വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യുക. ആദ്യം റിസൾട്ടുകളിലേക്കാണ്. ജിയോ ഫൈനാൻഷ്യൽ സർവീസസ് കഴിഞ്ഞ ക്വാർട്ടറുമായി കമ്പയർ ചെയ്യുമ്പോൾ നെറ്റ് പ്രോഫിറ്റിൽ വലിയ ഇടിവാണ് വന്നിരിക്കുന്നത്. നെറ്റ് പ്രോഫിറ്റ് വന്നത് 293.82 കോടി രൂപയിലാണ്. കഴിഞ്ഞ ക്വാർട്ടറിൽ അതേ കാലയളവിൽ 668.2 കോടി രൂപയായിരുന്നു നെറ്റ് പ്രോഫിറ്റ് വന്നത്. റവന്യൂവിലും ഒരു ഇടിവ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. 413.6 കോടി രൂപയാണ് റവന്യൂ ഉള്ളത്. കഴിഞ്ഞ ക്വാർട്ടറിൽ അത് 608 കോടി രൂപയായിരുന്നു. ജിയോ ഫൈനാൻഷ്യലിന്റെ റിസൾട്ടുകൾ മോശമായിരുന്നു. മറ്റൊരു കമ്പനി ഏഞ്ചൽ വൺ ആണ്. നെറ്റ് പ്രോഫിറ്റിൽ 14.2% ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ച് 260.3 കോടി രൂപയിലാണ് നെറ്റ് പ്രോഫിറ്റ് എത്തി നിൽക്കുന്നത്. റവന്യൂവിലും നല്ല ഒരു ഇൻക്രീസ് ആണ് വന്നിരിക്കുന്നത്. 41.5% ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ച് 1059 കോടി രൂപയിലാണ് എത്തിയത്. ഇന്ന് റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ കൂടി നോക്കാം. HDFC ബാങ്ക് ആണ് ആദ്യത്തേത്. പിന്നെ ഫെഡറൽ ബാങ്ക്, ഗോവ കാർബൺ, ഹാത്വേ, ICICI GI, ജിൻഡാൽ സോ, മഹാരാഷ്ട്ര ബാങ്ക്, നെറ്റ്വർക്ക് 18, TV18 ബ്രോഡ്കാസ്റ്റ് എന്നീ കമ്പനികളാണ്. മറ്റ് സ്റ്റോക്ക് ന്യൂസുകൾ നോക്കാം. ആദ്യം BLS ഇന്റർനാഷണൽ സർവീസസ് ഡാറ്റ മാനേജ്മെന്റ് ലാൻഡ്സ്കേപ്പിലെ ശ്രദ്ധേയമായ കമ്പനിയായ iData 50 ദശലക്ഷം യൂറോയ്ക്ക് BLS ഇന്റർനാഷണൽ സർവീസസ് ഏറ്റെടുത്തു എന്നൊരു വാർത്ത. മറ്റൊരു വാർത്ത ആസ്റ്റർ DM ഹെൽത്ത് കെയറിനെ സംബന്ധിച്ചാണ്. കമ്പനി അതിൻ്റെ $903 മില്യൺ ഓഹരി വിൽപ്പനയിൽ നിന്ന് 70 മുതൽ 80% ലാഭവിഹിതത്തിനായി വിതരണം ചെയ്യാൻ പദ്ധതിയിടുന്നു എന്നൊരു പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്ത. മറ്റൊരു കമ്പനി RVNL ആണ്. കമ്പനിക്ക് പുതിയ ഒരു ഓർഡർ ലഭിച്ചിട്ടുണ്ട്. 2.51 ബില്യൺ രൂപയുടെ ഓർഡറാണ് കമ്പനിക്ക് ലഭിച്ചത്. അടുത്തത് NLC ഇന്ത്യ. CFO ആയി സുരേഷ് ചന്ദ്ര സുമൻ നിയോഗിക്കപ്പെട്ടതായി കമ്പനി അറിയിച്ചു. അടുത്തത് ശാരദ എനർജി ആൻഡ് മിനറൽസ്. ഛത്തീസ്ഗഡിലെ 50 മെഗാവാട്ട് CCയുടെ സോളാർ പവർ പ്ലാന്റ് സ്ഥാപിക്കുന്നതിനുള്ള 150 രൂപയുടെ ഒരു കരാർ ശാരദ എനർജി ആൻഡ് മിനറൽസിന് ലഭിച്ചു എന്നൊരു പോസിറ്റീവായിട്ടുള്ള വാർത്ത. ഇന്ന് F&A സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ ബയോകോൺ, ബന്ധൻ ബാങ്ക്, BHEL, ചെമ്പൽ ഫെർട്ടിലൈസേഴ്സ്, ഡെൽറ്റ കോർപ്പ്, എസ്കോട്ട്സ് കുബോട്ട, ഹിന്ദുസ്ഥാൻ കോപ്പർ, ഇന്ത്യ സിമെന്റ്, ഇൻഡസ് ടവേഴ്സ്, മെട്രോപോളിസ് ഹെൽത്ത് കെയർ, പിരാമൽ എന്റർപ്രൈസസ്, പോളിക്യാപ്പ് ഇന്ത്യ, PVR ഇനോക്സ്, സെയിൽ, സി എന്റർടൈൻമെന്റ് എന്നീ കമ്പനികളാണ്. പ്രധാനപ്പെട്ട ഇന്നത്തെ സ്റ്റോക്ക് ന്യൂസുകളിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. മറ്റൊരു കാര്യം പറയാനുള്ളത്, രാവിലത്തെ ഡെയിലി മാർക്കറ്റ് ന്യൂസ് 7:30 അതിനുശേഷം രാവിലെ 11 മണി മുതൽ 3:30 വരെ നമ്മുടെ യൂട്യൂബ് ലൈവും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ആരും ഈ 2 വീഡിയോയും മിസ്സാക്കാതിരിക്കുക. പ്രത്യേകിച്ച് രാവിലെ 11 മണി മുതൽ 3:30 വരെയുള്ള നമ്മുടെ യൂട്യൂബ് ലൈവ് സെഷൻ വളരെയേറെ ഇൻഫർമേറ്റീവായൊരു സെഷൻ തന്നെയാണ്. പ്രത്യേകിച്ച് നിഫ്റ്റിയൊക്കെ ഓൾ ടൈം ഹൈയിലെത്തിയിരിക്കുന്നു. അപ്പോൾ വലിയ വോളറ്റാലിറ്റി നമുക്ക് മാർക്കറ്റിലേക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ കൃത്യമായി പഠിച്ച് മാത്രം ട്രേഡ് എടുക്കാൻ നിങ്ങൾ ശ്രമിക്കുക. ഇനി നിങ്ങൾക്ക് ലൈവ് കാണാൻ പറ്റാത്ത ആളുകളാണെങ്കിൽ ഒരുപക്ഷെ രാവിലെ 9 മണി മുതലൊക്കെ നിങ്ങൾക്ക് ഞങ്ങളുടെ എഡ്യൂക്കേഷൻ വ്യൂസ് ലഭിക്കണമെന്ന് ഉണ്ടെങ്കിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഞങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അടുത്ത സെഗ്മെന്റിലേക്ക്. എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ഷെയർ ചെയ്ത F&A സ്റ്റോക്കുകളുടെയും സ്വിംഗ് സ്റ്റോക്കുകളുടെയും പെർഫോമൻസ് അനാലിസിസ് ആണ് ഇവിടെ നടത്തുന്നത്. ആദ്യം F&A സെഗ്മെന്റിൽ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത സ്റ്റോക്കുകളാണ് ആദ്യം പറയുന്നത്.
ഓറോബിൻഡ ഫാർമ 1100 CE ആയിരുന്നു പറഞ്ഞത്. എൻട്രി എടുക്കുന്ന 1129 എന്ന നിലയിൽ. സ്റ്റോക്ക് 1163 വരെയാണ്. അപ്പോൾ ഇത് നല്ല പ്രോഫിറ്റാണ് ഓറോ ഫാർമയിൽ നമുക്ക് ലഭിച്ചത്. ടാർഗറ്റായി ഫിക്സ് ചെയ്തിരുന്ന 1148 ആയിരുന്നു. അടുത്തത് നല്ല പ്രോഫിറ്റിലേക്ക് വന്ന സ്റ്റോക്കുകളാണ് പറയുന്നത്. F&O സെഗ്മെന്റിൽ ആദ്യം റിലയൻസ് 2750 CE ആയിരുന്നു പറഞ്ഞത്. എൻട്രി എടുക്കുന്നത് 2772 എന്ന നിലയിൽ. സ്റ്റോക്ക് 2792.9 വരെയാണ്. അപ്പോൾ ഇത് ടാർഗറ്റിന് അരികിലെത്തി. എന്നാലും നല്ല പ്രോഫിറ്റാണ് നമുക്ക് സ്റ്റോക്കിൽ ലഭിച്ചത്. F&O സെഗ്മെന്റിൽ മറ്റൊരു സ്റ്റോക്ക് ONGC ആയിരുന്നു. 230 CE ആയിരുന്നു പറഞ്ഞത്. എൻട്രി എടുക്കുന്നത് 232.95 എന്ന നിലയിൽ. സ്റ്റോക്ക് 235.45 വരെയാണ്. അപ്പോൾ ഇത് നല്ല പ്രോഫിറ്റാണ് ONGCയിൽ ലഭിച്ചത്. അടുത്തത് ടെക് മഹീന്ദ്രയാണ്. 1360 CE ആയിരുന്നു പറഞ്ഞത്. 1389 എൻട്രി എടുക്കുന്നത്. 1401 വരെ സ്റ്റോക്ക് അപ്പായി. അതിനുശേഷമാണ് പിന്നീട് സ്റ്റോക്ക് ഡൗൺ ആയത്. എന്തായാലും പ്രോഫിറ്റിൽ വന്നതിന് ശേഷം ഡൗൺ ആയി. അടുത്തത് ഹോൾഡിങ്ങിലുള്ള സ്റ്റോക്കുകളിലേക്കാണ് പോകുന്നത്. ആദ്യം SBIN 640 CE ആയിരുന്നു. എൻട്രി എടുക്കുന്നത് 644.1 എന്ന നിലയിൽ. IRCTC 960 CE ആയിരുന്നു പറഞ്ഞത്. എൻട്രി എടുക്കുന്നത് 974.2 എന്ന നിലയിൽ. മറ്റൊരു സ്റ്റോക്ക് PFC ആയിരുന്നു. 400 CE ആയിരുന്നു പറഞ്ഞത്. എൻട്രി എടുക്കുന്നത് 410.95 എന്ന നിലയിൽ. അടുത്തത് സ്വിംഗ് സെഗ്മെന്റിലേക്ക്. RVNL ആണ് ആദ്യത്തെ സ്റ്റോക്ക്. ഇൻട്രാഡേയിൽ തന്നെ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. 212.85 എന്ന നിലയിൽ എൻട്രി എടുത്ത് 230 വരെ സ്റ്റോക്ക് അപ്പായി. ഏകദേശം 8% മുകളിൽ പ്രോഫിറ്റായി നമുക്ക് ഈ സ്റ്റോക്കിൽ ലഭിച്ചു. ഇൻട്രാഡേയിൽ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത മറ്റൊരു സ്റ്റോക്ക് SJVN ആയിരുന്നു. 96.25 എന്ന നിലയിൽ എൻട്രി എടുത്തു. 103.8 വരെ സ്റ്റോക്ക് അപ്പായി. ഏകദേശം 8% സ്റ്റോക്കിലും നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു. SJVN തന്നെ ജനുവരി 4 നമ്മൾ 95.65 എന്ന നിലയിൽ എൻട്രി എടുത്തിരുന്നു. ടാർഗറ്റ് 100 ആയിരുന്നു. ഇന്ന് ആ ടാർഗറ്റും ഹിറ്റ് ചെയ്യാൻ സാധിച്ചു. മറ്റൊരു നല്ല പ്രോഫിറ്റിലേക്ക് വന്ന സ്റ്റോക്ക് എഞ്ചിനീയേഴ്സ് ഇന്ത്യ ആയിരുന്നു. 226.35 എന്ന നിലയിൽ എൻട്രി എടുത്ത് 232.5 വരെ സ്റ്റോക്ക് അപ്പായി. 2.70% സ്റ്റോക്ക് ഉയർന്നത്. ഇൻട്രാഡേയിൽ തന്നെ മറ്റൊരു നല്ല പ്രോഫിറ്റിലേക്ക് വന്ന സ്റ്റോക്ക് NHPC ആയിരുന്നു. 71.25 എന്ന നിലയിൽ എൻട്രി എടുത്ത് 73.1 വരെ സ്റ്റോക്ക് അപ്പായി. 2.5% മുകളിൽ നമുക്ക് പ്രോഫിറ്റായി NHPCയിൽ ലഭിച്ചു. ഇൻട്രാഡേയിൽ നല്ല പ്രോഫിറ്റിലേക്ക് വന്ന സ്വിംഗ് സ്റ്റോക്കുകളെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി സ്വിംഗ് സെഗ്മെന്റിൽ ജനുവരി 13 നമ്മൾ പറഞ്ഞ ഇൻഫിബീം 25.2 എന്ന നിലയിൽ എൻട്രി എടുത്ത് ടാർഗറ്റ് 28 ഹിറ്റ് ചെയ്യാൻ ഇന്നലെ സാധിച്ചു. 11.9% പ്രോഫിറ്റായി നമുക്ക് കേവലം 2 ദിവസം കൊണ്ട് മാത്രം ലഭിച്ചത്. ഇനി ആർക്കെങ്കിലും നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഗ്ലോബൽ മാർക്കറ്റ് സെഗ്മെന്റിൽ ആദ്യം FIDA ആക്ടിവിറ്റിയാണ്. FIS 1085 കോടി രൂപയ്ക്കാണ് ബൈ ചെയ്ത്. DIS ആവട്ടെ 820 കോടി രൂപയ്ക്ക് സെല്ല് ചെയ്തു. FIS ബൈയിങ്ങിലേക്ക് വന്നപ്പോൾ DIS വീണ്ടും സെല്ലിങ്ങിലേക്ക് തന്നെ പോയ കാഴ്ചയാണ് ഇന്നലെ കാണാൻ കഴിഞ്ഞത്. US മാർക്കറ്റിലേക്ക്. മാർട്ടിൻ ലൂതർ കിങ് ഡേയോടനുബന്ധിച്ച് ഇന്നലെ US മാർക്കറ്റുകൾ അവധിയിലായിരുന്നു. ബുധനാഴ്ച വരാനിരിക്കുന്ന റീറ്റെയിൽ സെയിൽസ് ഡാറ്റ പ്രധാനപ്പെട്ടതാണ് US മാർക്കറ്റിനെ സംബന്ധിച്ച്. കഴിഞ്ഞ ആഴ്ച US നിന്നും വലിയ ബാങ്കുകളുടെ റിസൾട്ടുകൾ നമ്മൾ കണ്ടതാണ്. JP മോർഗൻ, സിറ്റി ഗ്രൂപ്പ്, വെൽസ് ഫാർഗോ എന്നിവയുടെ റിസൾട്ടുകൾ വന്നിരുന്നു. ഒരു മിക്സഡ് ആയിട്ടാണ് റിസൾട്ടുകളെല്ലാം പുറത്തു വന്നത്. ഇതുകൂടാതെ തൊഴിൽ വിപണി ശക്തിപ്പെട്ടതും മാർക്കറ്റിലെ ആ വലിയ റാലിക്ക് ഒരു തടയിട്ടു. ഇപ്പോൾ ഓപ്പൺ ചെയ്ത US മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഡൗണിലാണ്. ഡൗ ജോൺസ് 0.18% ഇടിവിലും, S&P 500 0.20% ഇടിവിലും, നാസ്ഡാക്ക് 0.33% ഇടിവിലും, റസൽ 2000 സ്മോൾ ക്യാപ് സ്റ്റോക്കുകൾ വലിയ ഇടിവിലാണുള്ളത് 0.45%. യൂറോപ്യൻ മാർക്കറ്റുകൾ. തിങ്കളാഴ്ച ക്ലോസ് ചെയ്ത യൂറോപ്യൻ മാർക്കറ്റുകൾ നെഗറ്റീവിലായിരുന്നു. UK മാർക്കറ്റ് FTSE 0.39% ഇടിവിലും, ഫ്രാൻസ് മാർക്കറ്റ് CAC 0.72% ഇടിവിലും, ജർമ്മൻ മാർക്കറ്റ് ഡാക്സ് 0.49% ഇടിവിലുമാണ് ക്ലോസ് ചെയ്തത്. സ്റ്റോക്ക് 600 0.5% ഇടിഞ്ഞത്. ഹൗസ് ഹോൾഡ് സെക്ടറാണ് ഇന്നലെ വലിയ ഇടിവിലേക്ക് പോയത്. 1% മുകളിൽ അവിടെ ഹൗസ് ഹോൾഡ് ഇടിയുകയുണ്ടായി. ട്രാവൽ സ്റ്റോക്കുകൾ നേട്ടമുണ്ടാക്കി 0.9%. യൂറോപ്യൻ മാർക്കറ്റുകൾ ഇന്നലെ ഒരു ഇടിവിലേക്ക് പോകാൻ കാരണം നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഏജൻസി പ്രസിദ്ധീകരിച്ച കണക്കുകൾ പ്രകാരം ജർമ്മൻ സമ്പദ് വ്യവസ്ഥ 2023 0.3% ചുരുങ്ങി എന്ന് കണക്കുകൾ പുറത്തുവന്നു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഡാക്സ് 0.32% ഇടിവിലും, CAC 0.27% ഇടിവിലും, FTSE 0.21% ഇടിവിലുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഏഷ്യൻ മാർക്കറ്റുകൾ. ഇന്ത്യൻ മാർക്കറ്റും ജപ്പാനീസ് മാർക്കറ്റും തന്നെയാണ് ഏഷ്യൻ മാർക്കറ്റുകളിൽ വലിയ റാലിയിലുള്ളത്. ജപ്പാനീസ് മാർക്കറ്റ് നിക്കി ഹിസ്റ്റോറിക്കൽ ലെവലായ 34,000 കടന്ന് 35,000 കടന്ന് ഇപ്പോൾ 36,000 അടുത്തെത്തി നിൽക്കുകയാണ്.
36,000 കടക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം അത്രയേറെ പോസിറ്റിവിറ്റിയിൽ തന്നെയാണ് ജപ്പാനീസ് മാർക്കറ്റ് ഉള്ളത്. ജപ്പാനിൽ നിന്നും പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സ് ഡാറ്റ പുറത്തു വരാനുണ്ട്. റോയിറ്റേഴ്സ് പോൾ പ്രകാരം 0.3% ഇടിവാണ് കാണിക്കുന്നത്. പക്ഷേ ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് നെഗറ്റീവിൽ തന്നെയാണ്. 22,085 എന്ന നിലയിൽ 58 പോയിന്റ്സ് ഇടിവിലാണ് ഇപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി ഉള്ളത്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ നമുക്ക് ഇന്നൊരു 40 മുതൽ 50 പോയിന്റ്സിൻ്റെയൊക്കെ ഗ്യാപ് ഡൗൺ പ്രതീക്ഷിക്കാവുന്നതാണ്. മറ്റ് ഏഷ്യൻ മാർക്കറ്റുകളിൽ ജപ്പാൻ മാർക്കറ്റ് നിക്കി ഇപ്പോൾ നെഗറ്റീവിൽ തന്നെയാണ്. 0.86% ഇടിഞ്ഞാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. കോസ്പി മാർക്കറ്റ് 1.19% ഇടിവിലാണ്. തായ്വാൻ മാർക്കറ്റ് 0.83% ഇടിവിലാണ്. സിംഗപ്പൂർ മാർക്കറ്റ് 0.92% ഇടിവിൽ തന്നെയാണ്. റെഡ് സീയിൽ കപ്പലുകൾ ആക്രമിക്കുന്നതിൽ നിന്ന് യമനിലെ ഹൂത്തികളെ തടയാൻ US ബ്രിട്ടീഷ് സേന നടത്തിയ ആക്രമണത്തെ തുടർന്ന് മിഡിൽ ഈസ്റ്റിലെ വിതരണ തടസ്സ സാധ്യതകളെക്കുറിച്ച് വ്യാപാരികൾ നിരീക്ഷിച്ചതോടെ എണ്ണവില ഇടിയുകയുണ്ടായി. ബ്രന്റ് ഇപ്പോൾ ഉള്ളത് $77.97 പെർ ബാരൽ എന്ന നിലയിൽ 0.31% ഇടിവിലാണുള്ളത്. WTI ഉള്ളത് $72.35 പെർ ബാരൽ എന്ന നിലയിൽ 0.36% ഇടിവിലാണ് WTIയും ഉള്ളത്. പ്രധാനപ്പെട്ട ഇന്നത്തെ വാർത്തകളും നമ്മുടെ വ്യൂസുമാണ് ഇവിടെ ഷെയർ ചെയ്ത്. ഒരിക്കലും ഇതൊന്നും ഒരു റെക്കമെൻഡേഷനായിട്ട് ആരും തന്നെ എടുക്കരുത്. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഇതിവിടെ ഷെയർ ചെയ്യുന്നത്. എങ്കിൽ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. നന്ദി.